നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി വണ്ടിയൊക്കെ റിട്ടേൺ ബാക്ക് ചെയ്തു. അതിന് ശേഷം നേരെ നമ്മുടെ ഇവിടോട്ട് പോകുന്നു. ബോർഡ് ചെയ്യാൻ ബോർഡിംഗ് പാസ് എടുക്കണം, ലഗേജ് ഇടണം. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തോട്ട് വന്നു. ഇനി നമുക്ക് ഏത് കൗണ്ടറാണെന്ന് നോക്കണം. അവിടെ പോയിട്ട് ലഗേജ് ഇടണം. നമ്മുടെ എയർലൈൻസ് ബാത്തിക് എയർ. ഇവിടെ നല്ല തിരക്കുണ്ട്. കോലാലംപൂർ. ഇതാണ് നമ്മുടെ ബാത്തിക് എയറിലെ ലഗേജ് 20 kg ആയിരുന്നു. അത് കറക്റ്റായിരുന്നു. 38 കിലോ 2 ബാഗേജ്. അത് വിട്ടു. നമ്മളിപ്പം നേരെ ഇനിയും നമ്മുടെ ഗേറ്റ് ലക്ഷ്യമാക്കി പോവുകയാണ്. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ഇനി നേരെ കോലാലംപൂർ. നമ്മളിനി ഇമിഗ്രേഷനിലോട്ട് പോവാം. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി. ഇത് ഓട്ടോമാറ്റിക് ഇമിഗ്രേഷൻ കൗണ്ടറാണ്. ഇവിടെ നമുക്ക് പാസ്പോർട്ടും ബോർഡിംഗ് പാസും സ്കാൻ ചെയ്ത് കയറിപ്പോം. പക്ഷേ നമുക്ക് മാനുവലായിരുന്നു. മാനുവൽ സാധാരണ എല്ലാ എയർപോർട്ടിലെ പോലെ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിങ്ങിനെ ക്രോസ് ചെയ്ത് നമ്മൾ പോവാം. ബാലി എയർപോർട്ടാണ് നമ്മൾ കാണുന്നത്. മോൺ ബ്ലാങ്ക്. ഇവിടെ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരും പോകുന്ന ടൂറിസ്റ്റുകളിൽ കൂടുതലും യൂറോപ്യൻസാണ്. പിന്നെ കുറച്ച് ഇന്ത്യൻസിനെയും കാണാം. മാർക്ക് ജേക്കബ്സ്. സ്പോർട്സിൻ്റെ ആ ബാഗ്. ഇവിടെ എന്താ നടന്നില്ല. ഇത് വെച്ച് കുറച്ച് എക്സ്പെൻസീവാണ് നമ്മുടെ റിയാദിനെക്കാട്ടിലും. ഇനി 2 മണിക്കൂർ കൂടെ ഉണ്ട്. ബാലി ഡ്യൂട്ടി ഫ്രീ ആണ് ഇതൊക്കെ. ഇവിടെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ല രസമാണ്. റോഡിലുണ്ട് ഇതുപോലത്തെ പ്രതിമകൾ. വിചാരിച്ച മാതിരിയല്ല. അത് ആ അറ്റത്തുനിന്ന് അതങ്ങനെ അങ്ങോട്ടും കിടക്കുവാണ് ആ എയർപോർട്ട്. ഭയങ്കര വലിയ എയർപോർട്ടാണ്. അതോ 2 സൈഡിലും മനോഹരമായ റെസ്റ്റോറൻറ്റുകൾ. ലോഞ്ചിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ലതാ. ഇത് മുഴുവൻ ഓരോ റെസ്റ്റോറൻറ്റാണ്. അതാണ് ബാറ്. ഇതാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്നാക്സും ഇതുമൊക്കെ ഉള്ളത്. ഇവിടെയുണ്ട് കോഫി ഷോപ്പും അതും ഇതും. നമുക്ക് സി കിച്ചൺ ആൻഡ് ബാർ. ഗേറ്റാണ്. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഭയങ്കര രസമുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇൻഡിഗോ കിടപ്പുണ്ട്. ഒരു സംഭവം പഫു ബാത്തിക് എയർ. നമ്മളങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറുവാണ് കോലാലംപൂർക്ക്. ഇതാണ് ബാലി എയർപോർട്ട്. അകത്തോട്ട് കയറാൻ നമ്മളാന്ന് തോന്നുന്നു ലാസ്റ്റ്. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഈ കാണുന്നതാണ് ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റിനെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരു സിംഗപ്പൂർ എയർലൈൻസ് എയർ ഏഷ്യ കിടപ്പുണ്ട്. പിന്നെ ചൂടാണ് ഇവിടെ. കേരളത്തിലെ അതേ കാലാവസ്ഥയാണ്. മഴയുണ്ട്, പുകച്ചിലുണ്ട്. ആണ് വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോവുക. ടേക്ക് ഓഫ് ആവുകയാണ്. നമുക്കിപ്പം തൽക്കാലം ബൈ ബൈ പറയാം ബാലിയോട്. ഒരു വലിയൊരു ഗണപതിയുടെ പ്രതിമയുണ്ട്. അത് ഇവിടെ നിന്ന് കാണാം. കടൽ തീര
ഏതായാലും എയർപോർട്ടോട് അടുത്താണ്. ബാലിയുടെ ആകാശ കാഴ്ചയാണ്. ബിരിയാണിയൊക്കെ ഉണ്ട്, 25 റിംഗിറ്റ്. വ്യൂ ആണ്. ഒരു സൈഡ് മുഴുവൻ പച്ചപ്പും മറു സൈഡ് കടലും. ഇപ്പം ലാൻഡ് ആവും മലേഷ്യയിൽ. ഇതിനുള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു ടർബുലൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മേഘങ്ങൾ വന്ന് ഇതെല്ലാം മറയ്ക്കുന്നുണ്ട്. മുഴുവൻ പാം ട്രീസ് ആണ് ഇവിടെ മുഴുവൻ. ലാൻഡിങ് നമ്മളങ്ങനെ ലാൻഡ് ആകുന്നു. ലാൻഡഡ്. വളരെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. ടെർമിനൽ 1 വന്നിട്ട് ലാൻഡ് ആയിരിക്കുന്നത്. ഇത് എയർ ഏഷ്യയുടെ ടെർമിനലാണ് കാണുന്നത്. നമ്മൾ അപ്പുറത്തെ ടെർമിനലിലോട്ടാണ് പോകുന്നത് ഫ്ലൈറ്റ്. ഇപ്പം ബോയിങ് 737 ഒരു പഴയ ഫ്ലൈറ്റാണിത്. ആ പഴയ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളങ്ങനെ ലാൻഡഡായി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ഹോട്ടലിലോട്ട് പോകുന്നു. ഒരു മഴക്കോളുണ്ട്. ക്ലിയറൻസ് ലഗേജ് ഇതൊക്കെ എടുത്ത് നമ്മൾ ഗ്രാബ് പിടിച്ച് പോകണം. നമ്മൾ ഡൗൺ ടൗണിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇത് ടെർമിനൽ 1 ആണ്. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. ഇപ്പം പിന്നെ നമ്മുടെ ഇമിഗ്രേഷൻ ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ ലഗേജ് എടുത്ത് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകുന്നു. എയർപോർട്ടിലിപ്പം ഈ കഴിഞ്ഞ ഒരു 3-4 2 കൊണ്ട് അല്ല ഒരാഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് 3 പ്രാവശ്യം ഇറങ്ങി ലാൻഡായി. ആ ബെൽറ്റ് സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി അവർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ്ടിരിക്കുന്നു. പോയി നോക്കാം. ഇതാന്ന് തോന്നുന്നു നമ്മുടെ. ശേഷം ഭയങ്കര തിരക്കായിരുന്നു. നമ്മളങ്ങനെ ആ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മളുടെ ഹോട്ടൽ, സ്വിസ് ഗാർഡൻ, ബുക്കിംഗ് ബിന്താങ്, കോലാലംപൂർ. റൂം അത്യാവശ്യം വലിയ റൂമാണ്. ഇതാണ് ഹോട്ടലിൽ നിന്ന് ഉള്ള ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. ഇതൊരു ഓൾഡ് ടൗണാണ്, ഡൗൺ ടൗൺ. നമ്മൾ ഈ സൈഡിൻ്റെ അതർ സ്ട്രീറ്റിലെന്തായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂമാണ്. ബാത്റൂമൊക്കെ ആണെങ്കിലും നൈസാണ്. നമ്മളിപ്പം ലാസ്റ്റ് നൈറ്റാണ് കോലാലംപൂർ. ഇപ്പോൾ ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ആദ്യം ഇവിടെ വന്നപ്പോൾ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ റൂട്ടിലോട്ടൊന്നും വന്നില്ലായിരുന്നു.
ഇത് ഒരു ഷോപ്പിംഗ് മോളിനുള്ളിൽ വന്നതാണ്. ഇവിടെ എല്ലാം ഈ ചൈനീസ് ന്യൂ ഇയറിനോട് അനുബന്ധിച്ചിട്ടുള്ള എക്സ്ട്രാ ഡെക്കോറെല്ലാം ഉണ്ട് ഇവിടെയൊക്കെ. ജപ്പനീസ് മോഡൽ ഡ്രസ്സിങ്, ഭയങ്കര തിരക്കാണ് ഈ സ്ട്രീറ്റിൽ. വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇപ്പം നിൽക്കുന്നത് കോലാലംപൂരിലെ ഫുഡ് സ്ട്രീറ്റിലാണ്. ഭയങ്കര തിരക്കാണ്. വേണ്ടവർക്ക് ഫ്രൂട്ട്, ചക്ക, മാങ്ങ, അതുപോലെ ഒത്തിരി സംഭവങ്ങൾ ഇതാ ഇവിടെ. കോലാലംപൂരിലെ ഫുഡ് സ്ട്രീറ്റാണിത്. ഇതങ്ങനെ അങ്ങ് കിടക്കുവാണ്. ഈ സൈഡ് മുഴുവൻ ഫുഡ് സ്ട്രീറ്റാണ്. ബേക്കഡ് ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ്. ലോബ്സ്റ്റർ സ്ട്രീറ്റിലിരുന്ന് കഴിക്കുന്ന ആൾക്കാരാണിത് മുഴുവൻ. അങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഉത്സവത്തിൻ്റെ തിരക്കാണ്. നമ്മൾ മലേഷ്യൻ വന്നിട്ട് കോലാലംപൂരിലെ ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ ഫുഡ് കണ്ട് ഓൾമോസ്റ്റ് ചൈനീസ്, അതുപോലെ മലേഷ്യൻ, കൊറിയൻ ഏതൊക്കെ ടൈപ്പ് കാണണം അതെല്ലാം ഇവിടെ കാണും. അത് ഇവിടെ ഇരുന്ന് ബിയർ അടിക്കുന്നവരുണ്ട്, ഇവിടെ ഇരുന്ന് സാധാരണ ജ്യൂസ് കുടിക്കുന്നവരുണ്ട്. മൊത്തത്തിൽ തിരക്കാണ്. പൊമോഗ്രാനൈറ്റ് ജ്യൂസ് വിൽക്കുന്നുണ്ട്, മറ്റ് ഫ്രൂട്ട് ജ്യൂസുകൾ കണ്ടു. ഒരു മിനി മാംഗോ എന്ന് പറഞ്ഞിട്ട് ഒരു വിൽക്കുന്നു, മിനി മാംഗോ. എപ്പോഴും വളരുന്ന നാട്ടിൽ സ്നേക്ക് ഫ്രൂട്ട് ഞാൻ കഴിച്ചായിരുന്നു ഇവിടെ ഇന്തോനേഷ്യയിൽ. ബേക്കഡ് ക്രാബ്, കൊറിയൻ, തൈവാൻ, തായ്, മലേഷ്യൻ എല്ലാം മിക്സാണ്. എത്രമാത്രം ആൾക്കാരാണെന്നറിയോ ഇവിടെ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. നല്ല ഫുഡ് സ്ട്രീറ്റ്. പക്ഷെ സീ ഫുഡ് കഴിക്കാൻ പറ്റുന്നവർ മാത്രമേ ഇതുവഴി വന്നിട്ട് കാര്യമുള്ളൂ. കാര്യം കൂടുതലും അതാണ്. ഇവിടെ ഒരു ബാർബിക്യൂ ചെയ്യുന്നു. ഇത് ഇവിടെ ജ്യൂസുണ്ട്. ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും കുറേ കൂടെ ഒരു മലയാളം സൗണ്ട്. പിന്നെ മറ്റേ എൻഡ് വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് നമ്മൾ നേരെ ഹോട്ടലിൻ്റെ അങ്ങോട്ട് നടക്കുക. കിടക്കുന്ന കോലാലംപൂരാണ് ഈ കാണുന്നത്. ഇത് നേരത്തെ ജയിലായിരുന്ന പറയുന്നത്. അതെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ ഏരിയ പണിതുന്നത്. 1895 It is all jail. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ടെർമിനൽ 1. രാവിലെ 4 മണിക്കുള്ള തിരക്കായി കാണുന്നത്. എന്തോ ഒരു തിരക്കാണ് ഇത് എയർപോർട്ടിനകത്ത്. ഇത് ബസ് സ്റ്റാൻഡിനേക്കാളും കഷ്ടം പോലെ. ഭയങ്കര തിരക്ക്. എയർപോർട്ട് പാക്ക്. രാവിലെ 4 മണി.
ചെക്ക് ഇൻ ചെയ്യുവാണ്. ഇതെല്ലാം ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഇവിടുന്ന് തന്നെ എടുക്കുന്നു. നമ്മൾ ബാഗേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് വെരി ഈസി. ക്യൂ നിൽക്കേണ്ട, ഒന്നും നിൽക്കേണ്ട, പടപടയെന്ന് കഴിഞ്ഞു ബോർഡ് ചെയ്യുകയാണ്. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് അവിടെ ഭയങ്കര സ്ലോ ആയിരുന്നു ഇമിഗ്രേഷൻ. എന്തോ ഭാഗ്യത്തിന് വേറൊരു ലൈൻ ഓപ്പൺ ആക്കിയതുകൊണ്ട് നമ്മൾ അതിനകത്ത് രക്ഷപ്പെട്ട് പോകുന്നു. 1 മണിക്കൂറിട്ടേ ഉള്ളൂ ബോർഡിങ്. നമ്മുടെ ഗേറ്റ് C2 ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഗേറ്റ് എത്രയാ? C6ഓ? C6. നമ്മളിനി അങ്ങോട്ട് ഓടുക. C6, C6, C7 ഒക്കെ ഇങ്ങോട്ടാണ്. നമ്മൾ C6 ആണ്. ടോട്ടലി കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ ഇവന്മാർ ഗേറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ C2, C6 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാം കിടന്ന് കറങ്ങുക. നമ്മൾ 3 ഡയറക്ഷനിൽ പോയിട്ട് അവസാനത്തെ ഈ കോർണറിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് C6 ഇങ്ങോട്ടാണ്. ഇനി ആ കാണുന്ന ദൂരം അത്രയും നടക്കണം. നമ്മുടെ ഫ്ലൈറ്റ് ഓൾറെഡി ബോർഡിങ് തുടങ്ങി. അപ്പം പടേനി പോയി ഫ്ലൈറ്റിൽ കയറണം. സർവീസ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം നടക്കേണ്ടി വരുന്നത്. ട്രെയിൻ ഉണ്ട് നേരത്തെ, അല്ലെങ്കിൽ ഇതിനകത്തൂടെ എന്തോ മെയിൻ്റനൻസിൽ സ്റ്റോപ്പ് ചെയ്ത് കിടക്കുക. അത്യാവശ്യം ഭയങ്കര ക്രൗഡാണ് ഇന്ന് എയർപോർട്ടിനുള്ളിൽ. ഇന്ന് കിടപ്പുണ്ട്, സ്റ്റോപ്പ് ചെയ്ത് കിടക്കുക, വർക്ക് ചെയ്യുന്നില്ല. എന്തോ മെയിൻ്റനൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. ഓടി ഇവിടെ എത്തി. ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറി പസഫിക് ഫ്ലൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്ലൈറ്റൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി സർവീസും ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫുഡ് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ചൈനീസ് തായ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു 7 hours ട്രാൻസിറ്റ് ഉണ്ട്. ഒരു ലോങ് ട്രാൻസിറ്റാണ്. ഇപ്പം അകത്ത് കയറിയിട്ട് വേണം ഏതെങ്കിലും ലോഞ്ചിൽ പോയിരിക്കാൻ. ഫ്ലൈറ്റാണ് കാത്തെ പസഫിക്. ഒത്തിരി റിനോവേഷൻ നടക്കുന്നുണ്ട് ഈ എയർപോർട്ടിൽ. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. സിംഗപ്പൂർ മലേഷ്യൻ എയർപോർട്ടിനെക്കാട്ടിലും വലിയ എയർപോർട്ടാണ്. മലേഷ്യൻ എയർപോർട്ട് തന്നെ നല്ല വലിപ്പമുള്ള ഒരു എയർപോർട്ടാണ്. പക്ഷേ അതിലും വലിയ എയർപോർട്ടാണ് ഈ ഹോങ്കോങ്ങിലെ ഈ എയർപോർട്ട്. ലൂങ്കെയർ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ചൈനയുടെ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വലിപ്പം നമുക്ക് കണ്ടറിയാൻ പറ്റാത്ത രീതിയിൽ വലിപ്പമുള്ള എയർപോർട്ടാണ്. ഭയങ്കര വലിയ എയർപോർട്ടാണിത്. അപ്പോൾ അങ്ങ് ദൂരമൊക്കെ കാണുന്നതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗമാണ്. ദൂരെ ഫ്ലൈറ്റ് വന്നിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയയാണ്. അപ്പോൾ അതിനിങ്ങനെ കറക്കി ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ അങ്ങോട്ട് കിടക്കുക. ആ മുഴുവൻ കാണുന്നത് എയർപോർട്ടിൻ്റെ ഭാഗമാണ്. മക്കാവോ ചൂതാട്ട കേന്ദ്രമല്ലേ, ആൾക്കാർ കാസിനോയ്ക്ക് പോകുന്ന സ്ഥലം. ഒരു എയർലൈൻ
എയർപോർട്ടിലൊന്നും കാര്യമായിട്ട് ഇതുപോലെ കാർപ്പറ്റുകൾ ഇടാറില്ല. എല്ലാം നല്ല ഗ്രാനൈറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇടുക. ഇതൊക്കെ പഴയ എയർപോർട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഡൽഹിയിലെ എയർപോർട്ടിലും ഉണ്ട് കുറേ കാർപ്പറ്റ് ഏരിയ. ജദ്ദയിലും റിയാദിലൊന്നും കാർപ്പറ്റ് പുതിയ എയർപോർട്ടായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഹോങ്കോങ് ഇപ്പം നമ്മളിവിടെ ഉള്ളത്. നമുക്ക് E2W1 പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഒരു 2 മിനിറ്റിലോട്ട് പോയാൽ E2-ലെത്തും. ഇത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടാണ്. ഇവിടുന്ന് നേരെ നടന്നിട്ട് ഇവിടെ എത്തണം. നമ്മൾ എയർപോർട്ടിനകത്ത് ലോഞ്ചിൽ വന്നു. ഇപ്പോൾ ലോഞ്ചിലിരിക്കുകയാണ്. നമുക്കിവിടെ 2 hours സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ഗേറ്റിന് അങ്ങോട്ട് പോകും. ഇനി ഇവിടെ ഒരു 4 hour ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം 2 മണിക്കൂറോളം നമുക്ക് ലോഞ്ച് സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗേറ്റിന് അങ്ങോട്ട് പോകണം. അമ്മ വൈൻ ചൂസ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ലോഞ്ച്. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് തന്നെ സലാഡ് സെക്ഷനുണ്ട്. ഈ കാണുന്നത് സലാഡ് സെക്ഷനാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് സെക്ഷൻ കിട്ടും. പിസ്സ അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെയും ഹോട്ട് സെക്ഷനാണ്. പിന്നെ നമ്മൾ നേരെ പോയി ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങേയറ്റത്താണ് ബാർ. ഇവിടെ ബ്രെഡ് സെക്ഷന് ടീ, കോഫി ആൻഡ് ഓൾ. അങ്ങേയറ്റത്ത് ബാർ. ഇതാണ് പ്രീമിയം ലോഞ്ച് ഹോങ്കോങ് എയർപോർട്ടിനകത്തെ. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഇവിടെ എല്ലാം ഗിഫ്റ്റ് റാപ്പും അതും ഇതുമാണ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. ഇത് മുഴുവൻ ഈ ചൈനീസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് ലക്ഷ്യമാക്കി പോവാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അത് കാരണം ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്തിരിക്കുന്ന ഇത് എന്തോ റിനോവേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹോങ്കോങ് ടൈം 4 o'clock. ഭയങ്കര വെയിലാണ്. ഔട്ട് സൈഡ് കാണാം. ഭയങ്കര വെയിലാണ്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വന്ന ഒരു ചോക്ലേറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ മുഴുവൻ കുപ്പിയാണ്. എല്ലാം കള്ള മൊത്തം. ഹോങ്കോങ്ങിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ചോക്ലേറ്റ് ഉണ്ടോ എന്ന് തപ്പിതാ ഇവിടെ വന്നാണ് നമ്മുടെ റിങ്കുവിനും മീനാക്ഷിക്കും വാങ്ങാൻ. ഇവിടെയൊക്കെ നോക്കി നടക്കുക. അവിടെ നിന്ന് എന്തോ അവിടെ കാണാത്തൊരു കിറ്റ്കാറ്റിൻ്റെ എന്തോ ഒരു ചോക്ലേറ്റ് വാങ്ങിയെന്ന് തോന്നുന്നു. അവിടെ നിൽപ്പുണ്ട്. ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ. നമ്മൾ ഇനി റിയാദിലെത്തിയിട്ട് കാണാം. ബോർഡായി ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്.